നമ്മളെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, 15 കോടി നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് പൈസ കെട്ടണം അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപാട് നമ്മളെല്ലാം എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ആരെയും അറിയിക്കാണ്ട് പോയിട്ടെന്ന് പറയുന്ന ഉള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് മുഴുവൻ അവർക്ക് അയച്ചു കൊടുക്കും. ഏകദേശം 11 ലക്ഷം രൂപയാണ് പ്രേമ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ മുതൽ അവരെ കാണാനും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഈ 11 ലക്ഷം പോയ ആ ഒരു ടെൻഷനിൽ ഇവർ ഇറങ്ങിപ്പോയതാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി ഇവരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് അവന്മാറിനെ ഇറക്കി വിട്ട് കൊണ്ടുപോയതാണോ, ഇനി അവർ തട്ടിക്കൊണ്ടുപോയതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ പൈസ എന്ന് കേൾക്കുമ്പോഴേ ഇറങ്ങി പുറപ്പെടുന്നവരെ നമ്മൾ എന്ത് പറയാനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നില്ലേ? എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും എല്ലാ ഇതിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നില്ലേ? തട്ടിപ്പിൻ്റെതായ എത്രയെത്ര വാർത്തകളാണ് വരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ആർക്കും ഇത് മനസ്സിലാകാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് എനിക്ക് തോന്നുന്നത് ഈ പത്രങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കാറുണ്ട്, അതുപോലെ ടെലിവിഷനും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ പേജും അതുപോലെ ഓഫറുള്ള പേജുകളും നോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത കേൾക്കാനോ അതിനകത്ത് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നൊന്നും നോക്കാൻ നമ്മൾ ഉപയോഗിക്കാറില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വീട്ടിലും പത്രം ഇടാറുണ്ട്. രാവിലെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പത്രം ഉണ്ടാവും. പക്ഷേ പത്രം ആരും വായിക്കാറില്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് പല തരത്തിലും ഇതുപോലെ ഉള്ള മെസ്സേജുകൾ വരാറുണ്ട്. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 11 കോടി അടിച്ചിട്ടുണ്ട്, 10 കോടി അടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പറയേണ്ടത് എന്താണെന്നല്ലേ? അതായത് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഇത്ര പൈസ വേണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ആ കമ്മീഷനും അതിൻ്റെ കമ്മീഷനും അങ്ങനെ ഏകദേശം നല്ലൊരു 2-3 കോടി എടുത്തിട്ട് ബാക്കി നിങ്ങളങ്ങ് അയച്ചു തന്നാൽ മതി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടമ്മേൻ്റെ പൈസയിൽ നിന്ന് പോവില്ല. പക്ഷെ ഇവരതല്ല ചെയ്തത്. ഇവരെന്താ വെച്ചാൽ ഇതിനി ആർക്കെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടല്ലേ, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരും അറിയാണ്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ അവരെ പൈസയും പോയി. പണ്ടൊരു ചങ്ങാതി ഇതേപോലെയാണ്. ഏതോ ഒരു പെണ്ണ് വാട്സാപ്പിലൂടെ പറഞ്ഞു എനിക്ക് ഒരുപാട് സമ്മാനം ഞാൻ അയച്ചിട്ടുണ്ട് എന്ന്. ആംഗലിൻ എന്നാണ് ഇവരെ പേര് വരിക. എല്ലാവരും ഒരേ പേരായിരിക്കും. ആംഗലീൻ എന്നോ ആംഗ്ലീന എന്നോ ഇങ്ങനെയൊക്കെയാണ് ഇവരെ പേര് വരിക. അങ്ങനെ വന്നപ്പോഴേ അവനോട് പറഞ്ഞ് ഇതുപോലെ സാധനം അയച്ചിട്ടുണ്ട്, പിന്നെ ചെന്നൈ എയർപോർട്ടിൽ ക്ലിയറൻസിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്, 1.5-2 ലക്ഷം രൂപയുടെ സാധനമുണ്ട്, നീ അർജൻറ്റായിട്ട് ഒരു 25,000 രൂപ ഇന്ന നമ്പറിലേക്കൊന്ന് അയച്ചു കൊടുക്കുക, അയച്ചു കൊടുത്താൽ അവരത് ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മാലയോ മോതിരോ എന്തോ പണയം വെച്ചിട്ട് നേരെ കേട്ട വാതി കേൾക്കാത്ത വാതി 25,000 രൂപ അങ്ങ് അയച്ചു കൊടുത്തു. ആ 25,000 രൂപ അങ്ങ് പോയപ്പോഴും പിന്നെ അവരെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് തലവെച്ച് കൊടുക്കുന്നത്. ഈ പൈസ ഒരാൾ നമുക്ക് വെറുതെ തരില്ല. നമ്മൾ ഇവിടുന്ന് വീടും പറമ്പും വിറ്റിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചില ബ്ലേഡിൽ കൊണ്ടിടും. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് അവിടുന്ന് നല്ല പലിശ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിടും. അവസാനം ഇവനെന്ത് ചെയ്യുന്നറിയാം, ഇതും എടുത്തിട്ട് അങ്ങ് മുങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു തലയും പാലും ഇല്ലാത്ത കുറേ ചിട്ടികൾക്ക് നമ്മൾ തലവെച്ച് കൊടുക്കും. അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാരാണ്. ഒരു 10-15 വർഷം മുമ്പ് ഒരുത്തൻ നാട്ടുകാരെ മുഴുവൻ മുക്കിയിട്ട് 50 കോടിയായിട്ട് മുങ്ങിയതാണ്. അവനെതിരെ ഇപ്പോഴും വീണ്ടും ഒരു കേസ് വന്നിട്ടുണ്ട്. എന്താ അറിയാം, അവൻ ജയിലിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തട്ടിപ്പ് തുടങ്ങിയിട്ട് വീണ്ടും കേസ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ചെങ്ങാതീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനില്ല കാലൊന്ന് തൊട്ട് തലയിൽ വെച്ച് തന്നെ. എന്താ അറിയാം, ഇത്രയും ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവൻ എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത്രയും ജനങ്ങളെ പച്ചക്ക് പറ്റിക്കണമെങ്കിൽ അതായത് ഇതിലൊക്കെ വീണ് കൊടുക്കുന്ന ആരാ എനിക്കറിയാം, കൂടുതലെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റിക്കാൻ സുഖം ഈ സ്ത്രീകളെ തന്നെയാണ്. എന്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരാളും നിങ്ങൾക്ക് വെറുതെ പൈസ തരത്തില്ല. വെറുതെ നിങ്ങൾക്ക് 11 കോടിയോ ഇനി 1 ഉറുപ്യ പോലും വെറുതെ തരൂല. അതായത് നിങ്ങൾക്ക് ആരെങ്കിലും 1,000 രൂപയോ 500 രൂപയോ തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു പണി ഇപ്പുറത്ത് കിടപ്പുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോളുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിട്ടേക്കണം. അതായത് ഇത് എൻ്റെ തൊഴിലല്ലാന്ന് അങ്ങനെ അങ്ങ് വിട്ടേക്കണം. ചില ആൾക്കാർ പറയുന്നേക്കാം, അതായത് നമ്മളെ പ്രൊഫൈൽ ഉപയോഗിച്ച് 25,000 തരുമോ എന്ന് ചോദിച്ചോടോ, ഞാൻ അയച്ചു കൊടുത്തു നീയാന്ന് വിചാരിച്ചിട്ട് എന്തിനാണ് അങ്ങനെ അയച്ചു കൊടുക്കാൻ നിൽക്കുന്നത്? അതായത് ഒരുത്തിന് 25,000 രൂപ വേണം എന്ന് ഫോണിലൂടെ ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്ക് അങ്ങനെ അങ്ങ് എടുത്തു കൊടുക്കാൻ നിൽക്കണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ചോദിച്ചൂടെ?
വേണമെങ്കിൽ വിളിച്ച് ഇന്ന് എല്ലാ സജ്ജീകരണവും നമുക്ക് ചോദിക്കാം. അതായത് നീ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, ഒന്ന് എനിക്ക് പൈസക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് കൊടുത്താൽ പോരെ. ഇതെന്ന് പറയുന്ന ആളാകാൻ വേണ്ടിയിട്ട് അയ്യോ ഓൻ 25,000 ചോദിച്ചു, ഇനി ചോദിച്ചു കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ കരുതിയിട്ടാണ് ചില ആൾക്കാർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീട്ടമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ 11 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് ചിലപ്പോൾ അവരെ സ്വർണവും കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അവസാനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പോയി എന്നറിഞ്ഞുന്ന ഘട്ടത്തിലായിരിക്കും അവർ ചിലപ്പോൾ ഇറങ്ങി നടന്നിട്ടുണ്ടാവുക. അതിലും സംശയമുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇവരിറങ്ങിപ്പോയത് എവിടേക്കാണ്, അവരിനിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മുടെ പരാജയം തന്നെയാണ്. ഇത്രയും CCTV ലോകം തെച്ചെന്ന് പറഞ്ഞാൽ CCTV ഉണ്ട്. എന്തിനധികം പറയുന്നത് ചില വിദ്വാന്മാർ കക്കൂസിൽ വരെ CCTV വെക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരാൾ ഇറങ്ങിപ്പോയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതൊരു വലിയ പരാജയം തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ, അവർക്ക് എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത്, ഇതിനൊരു അറുതിയില്ലേ, ഇതിനൊരു ഇതില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു ബാങ്കിൽ നിന്നും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ റിപ്ലൈ ചെയ്യരുത്. നമ്മൾ പലതവണ പലവട്ടം പലരോടും ചോദിക്കണം. അതാണ് വേണ്ടത്. കയ്യിലുള്ള പൈസ അയച്ചും കൊണ്ടുപോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ പോലും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് എവിടെയും നമ്മൾ സേഫ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 11 കോടി വരുന്നു എന്ന് കേട്ടപ്പോഴേ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പാടില്ല. തട്ടിപ്പ് സംഘങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ഗൾഫിലുള്ളവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും. ഹിന്ദിയിലൊക്കെ ഒരുപാട് കോള് വരും, നിങ്ങൾക്ക് ഇത്ര 1000 റിയാൽ ദിറംസ് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാൻ, എൻ്റെ ഭഗവാനെ ഇത്രയും റിയാൽ അടിച്ചിട്ടുണ്ടാ. അപ്പോൾ അവൻ ചോദിക്കും എന്നാൽ പിന്നെ ഒരു കാര്യം 2000 റിയാൽ ഇങ്ങോട്ട് ഇട്ടതാ, അത് അടുത്ത ദിവസം തന്നെ അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും എന്ന് പറയും. നമ്മൾ അപ്പോൾ തന്നെ പൈസ ഇട്ട് കൊടുക്കുക, അതങ്ങ് പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഞ്ചനയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ പെട്ടുപോകുന്നത് ആരാ നിങ്ങൾക്കറിയാം. അതായത് എങ്ങനെയെങ്കിലും പണക്കാരാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. എങ്ങനെയെങ്കിലും പണക്കാരാകണം. ഇപ്പം ഈ വല്യമ്മക്ക് യാതൊരു ആവശ്യമില്ല. 11 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ അത് ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശയും കൊണ്ട് സുഖമായിട്ട് ശിഷ്ടമുള്ള കാലം ജീവിക്കാം. പക്ഷെ അവരെന്താ വിചാരിച്ചാൽ 11 കോടി കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്കും മരുമക്കൾക്കും അതുപോലെ എല്ലാവർക്കും പിന്നെ പണിക്ക് പോകാണ്ട് ഇടിയിരുന്നങ്ങ് തിന്നാലോ എന്ന് കരുതിയിട്ടാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനിയും നിങ്ങളെ തട്ടിക്കാനും പറ്റിക്കാനും ആൾ വരും. പ്രത്യേകിച്ചും തന്നെ മലയാളികളെ. കാരണം മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ്. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. അതായത് അവർക്ക് ജോലി ചെയ്യൽ വളരെ കുറവും പൈസ ഉണ്ടാക്കൽ കുറച്ച് കൂടുതൽ വന്നേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഇല്ലെങ്കിൽ ആ വീട്ടമ്മയുടെ അവസ്ഥയായി പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് നിനക്കെന്താണ് ഇതൊക്കെ പറയേണ്ട ആവശ്യം, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഇത് ആരുടെയെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനി നാളെ ആർക്കെങ്കിലും ഒരു കോള് വരുമ്പോൾ ഇതാ ഇന്നാൾ പറയുന്നത് കേട്ടിന് ശരിയാന്ന്, ഞങ്ങളങ്ങനെ പൈസ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ, എന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഇപ്പോഴെനിക്ക് മെസ്സേജ് വരാറുണ്ട്. ഇതുപോലെ ബ്ലേഡിന് പൈസ എടുത്തിട്ട് തെണ്ടുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ചില ആൾക്കാരൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ പലതും ചെയ്യുന്നവർ അവരൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അവരൊക്കെ പറയാറുണ്ട്. അതാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും 1 രൂപ നിങ്ങൾക്ക് വെറുതെ തരൂല. അത് സ്വന്തം മക്കളായാലും വരെ തരൂല. അത് ആലോചിച്ച് നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.